നമസ്കാരം. ഞാൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ മാലിന്യ സംസ്കരണമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് 24 വാർഡുകളും 16,000-ലധികം വീടുകളും സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ ഹരിതകർമ്മസേനയിൽ 48 പേർ, ഒരു വാർഡിന് 2 പേര് വെച്ച് വേണം എന്നാണ് സർക്കുലറിലുള്ളത്. പക്ഷേ 30-ന് താഴെ ആളുകൾ മാത്രമേ അതിൽ പ്രവർത്തിക്കുന്നുള്ളൂ. കഷ്ടപ്പെട്ട പണിയാണ്. ഞാനും പല ദിവസങ്ങളിൽ അവർ കൂടെ പോയി അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുകയും പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ട ഒരാളാണ്. നമ്മൾ ഓഫീസിൽ ഒതുങ്ങിയിരുന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനല്ല, ഫീൽഡിൽ പോയി നല്ല പരിചയം. അപ്പോൾ ഈ 30 പേര് ഇത്രയും വീടുകളും സ്ഥാപനങ്ങളും കവർ ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഹെർക്യൂലിയൻ ടാസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഓരോ തവണയും വിലയിരുത്തലുണ്ട്. അപ്പോൾ ആ വിലയിരുത്തൽ നമ്മൾ വളരെ പുറകിൽ പോയാൽ അതിൻ്റേതായിട്ടുള്ള ശാസനകളൊക്കെ കിട്ടാറുണ്ട്. ഇത് നമ്മൾ താഴേക്ക് ഇങ്ങനെ അവരെ തലയിൽ വയ്ക്കാറില്ല. നമ്മളത് ഏറ്റെടുത്ത് അവർക്ക് വളരെ സ്നേഹത്തോടുകൂടി സംയമനത്തോടുകൂടി ഡയറക്ഷൻ കൊടുക്കുകയും അവരത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാസത്തിൽ 30 ദിവസം അവർ കളക്ഷൻ ഇറങ്ങുന്നു, സർവീസ് കൊടുക്കുന്നു, അതിൻ്റെ യൂസർ ഫീ വാങ്ങുന്നു. പക്ഷേ MCF ഇരുന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് അത് വേർതിരിച്ചെടുത്ത് കൊടുക്കുന്നതിന് സാധിക്കുന്നില്ല. കാരണം അത്രയും ഭീമമായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ലെഗസി വേസ്റ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ റിജക്റ്റഡ് എന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ ഇത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇത് പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നൊരു രീതിയാണ് കാണുന്നത്. ഇത് പക്ഷേ ഇങ്ങോട്ട് വരുമാനമില്ല. ഭാവിയിൽ ഇത് ഓഡിറ്റ് തടസ്സങ്ങൾ വരാം. നിർവഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ലയബിലിറ്റി വരാം. ഭയങ്കരമായ ടെൻഷനാണ് നമുക്ക് നൽകുന്നത്. മാത്രമല്ല ഇതിൻ്റെ പ്ലാസ്റ്റിക് നിർമ്മാണവും അതിൻ്റെ ഉറവിടത്തിൽ നിയന്ത്രണങ്ങളും അത്ര ഫലപ്രദമല്ല. ഇക്കാര്യത്തിൽ അധികാരികൾ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഒരു അഭ്യർത്ഥന. അതുപോലെ പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന് പറയുന്ന ആൾ കുടുംബശ്രീയുടെ മെമ്പർ സെക്രട്ടറി കൂടിയാണ്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം കുടുംബശ്രീ സംവിധാനം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ ലഘൂകരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ മുന്നേറി നമ്മൾ 1/4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ലക്ഷ്യം കൈവരിച്ചു. പാരലൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങൾ കുടുംബശ്രീ മുഖാന്തരം ഇന്ന് മുൻപന്തിയിലെത്തി മെച്ചപ്പെട്ട ജീവിതം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഈ അടുത്ത കാലത്തായി കാണുന്നൊരു പ്രവണത ലോൺ എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ലോൺ ആവശ്യത്തിന് എടുക്കണം, എടുത്താൽ നമ്മുടെ കാര്യങ്ങൾക്ക് നടന്നു പോവുകയുള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്ത് കാണുന്നൊരു പ്രവണത കുടുംബശ്രീയിൽ ലോൺ ഒരുപാട് ലോണുകൾ എടുത്തായിട്ട് ഞാനിരിക്കുന്ന പ്രസ്ഥാനത്തിൽ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്. അതായത് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ, പട്ടികജാതി വികസന കോർപ്പറേഷൻ, മൈനോറിറ്റി കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ, പിന്നെ മറ്റ് ബാങ്കുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലോണ്, കോടിക്കണക്കിന് രൂപയുടെ ലോണാണ് കുടുംബശ്രീ CDS യൂണിറ്റുകൾ എടുക്കുന്നത്. അപ്പോൾ ഈ ലോണുകൾക്ക് ചെയർപേഴ്സണും മെമ്പർ സെക്രട്ടറിയും ജാമ്യം നിന്നാണ് ലോൺ അനുവദിക്കുന്നത്. കാരണം നമുക്കറിയാം കൃത്യമായിട്ട് അടയ്ക്കുന്നവർക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ ലോൺ ഇഷ്ടം പോലെ കൊടുക്കും. പക്ഷേ തിരിച്ചടവ് നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ തടസ്സങ്ങൾ പറയുമ്പോൾ പലതരത്തിലുള്ള ഭീഷണികളാണ് നമ്മൾ മെമ്പർ സെക്രട്ടറിമാർ നേരിടുന്നത്. ഈ അടുത്ത കാലത്ത് ലിങ്കേജ് ലോൺ എടുക്കുന്നതിന് വേണ്ടി 50-60ഓളം അപേക്ഷകൾ ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ ഇതിൽ എന്തിനാണ് ലോൺ,
പർപ്പസ് ഓഫ് ലോൺ ഇത് ഭൂരിപക്ഷം അപേക്ഷയിലും പറയുന്നില്ല. കാരണം ഭാവിയിൽ ഇതിൻ്റെ റീപേയ്മെൻറ്റ് മുടങ്ങിയാൽ ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ ആ മാനദണ്ഡങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ച് മാത്രമേ ഇത് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ വിഷമിക്കുകയാണ്. അപ്പോൾ ലോൺ എടുക്കുന്നത് അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം, മാനദണ്ഡം ഏർപ്പെടുത്തണം. ഇപ്പോൾ ഒരാളുടെ ഈ ത്രിഫ്റ്റ്, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ത്രിഫ്റ്റ്, അവരുടെ സമ്പാദ്യത്തിന് നിശ്ചിത പെർസെൻ്റാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ലോണുകൾ എടുക്കുന്നുണ്ട്, ഇതിന് നിയന്ത്രണമില്ല. കോടിക്കണക്കിന് രൂപ എടുത്ത് ഇങ്ങനെ താഴെത്തട്ടിലേക്ക് ഇങ്ങനെ വിതരണം ചെയ്യുന്നു. അത് നല്ല കാര്യമാണ്. സാമ്പത്തിക ശാക്തീകരണം, കുടുംബശ്രീകളുടെ തനത് വരുമാനത്തിലുള്ള വർധനവാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കാരണം 4.5% പലിശയ്ക്ക് അനുവദിക്കുന്ന ലോൺ 5.5%-ന് CDSകൾ വഴി താഴോട്ട് വിതരണം ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും ഇത് എത്രത്തോളം ഉപയോഗപ്രദമാകുന്നു, ഇത് അസറ്റ് ക്രിയേഷനാണോ എന്തിനാണ് എന്നുള്ള സംഗതിയെക്കുറിച്ച് ഒരു പഠനം നടക്കുന്നില്ല. ലോൺ ആപ്ലിക്കേഷൻ വരുന്നു, ലിങ്കേജ് സമിതിയിൽ അത് വെക്കുന്നു, അത് റെക്കമെൻഡ് ചെയ്യുന്നു, അത് CDSൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നു, ബാങ്കുകൾക്ക് കൈമാറുന്നു. ഈ മെമ്പർ സെക്രട്ടറിയും ചെയർപേഴ്സണും മാത്രമാണ് ഇതിന് ഗ്യാരണ്ടി നിന്ന് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് പരിശോധിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ വലിയ വലിയ ലോണുകൾ എടുത്ത് ലയബിലിറ്റി വരുത്തുമ്പോൾ അത് ഭാവിയിൽ നമ്മുടെ തലയിൽ ഒരു ഇടിത്തിയായി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കുടുംബശ്രീ മിഷൻ ഇതിനൊരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണം. ഈ ലോൺ എടുക്കുന്നത് അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. ഈ ലോൺ ആപ്ലിക്കേഷൻസ് ജില്ലാ മിഷൻ്റെ റെക്കമെൻഡേഷനോടുകൂടി മാത്രമേ പാസ്സാക്കാവൂ. അത് പഞ്ചായത്ത് ഭരണസമിതിയിൽ കൂടെ വയ്ക്കാനുള്ള നടപടി നിർദ്ദേശവും വേണം. കാരണം മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പഞ്ചായത്ത് സമിതിയോട് കടപ്പെട്ടിരിക്കുന്നു, സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അജണ്ട വയ്ക്കാനുള്ളൊരു ഒരു നിർദ്ദേശം കുടുംബശ്രീ മിഷൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. ഇപ്പോൾ തന്നെ 1/8/2026 വെളുപ്പിന് 3:15 ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. കാരണം അതുവരെയും ഓരോന്നാലോചിച്ച് ഉറക്കം വരാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വളരെയധികം ടെൻഷൻ അനുഭവിച്ച് ജോലി ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഈ ലോൺ എടുക്കുന്ന പ്രവണത നിയന്ത്രിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമസ്കാരം.